ഓക്കെ ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഹൈഡ് ആൻഡ് സിക്കിനെ കളിക്കാൻ പോണേ. അത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റിയിലാ ഹൈഡ് ആൻഡ് സിക്ക് കളിക്കണേ. നമ്മുടെ കൂടെ കളിക്കാനായിട്ട് 6 ആൾക്കാരുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കൂടെ ഗ്രാനി ഉണ്ട്, തോറുണ്ട്, ഹൾക്ക് ഉണ്ട്, ഗോക്കു, അയൺമാൻ, പിന്നെ സ്കെയർ ടീച്ചർ. ഇത്രയും ആൾക്കാരാണ് നമ്മുടെ കൂടെ കളിക്കാനുള്ളത്. ഈ കളിയിലപ്പോൾ ആര് ജയിക്കാന്ന് നമുക്ക് നോക്കി നോക്കാം. ഹൈഡ് ആൻഡ് സിക്കിന്റെ റൂൾസ് പിന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. ഇതിൽ ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ആളാണ് ജയിക്കുക. ലാസ്റ്റ് ആരെന്നെ കണ്ടുപിടിക്കണേ അയാൾ ഈ കളിയിൽ ജയിക്കും. ജയിക്കുന്നവർക്ക് സമ്മാനം കിട്ടും. അപ്പം എങ്ങനെയാണ്, എല്ലാവരും റെഡിയല്ലേ? ആടെ ഫ്രാങ്ക്ലിനെ, നമ്മളൊക്കെ എപ്പോഴേ റെഡിയാ. എന്നാ പിന്നെ നീ ഒരു കരിഞ്ചി പോയിട്ട് 100 വരെ ഉണ്ട്, നമ്മൾ അപ്പോഴേക്കും പോയിട്ട് ഒളിച്ചിരിക്കാം. ആണോ? എന്നാ ശരി, ഞാൻ പോയിട്ട് 100 വരെ എണിക്കോളാം, നിങ്ങൾ പോയിട്ട് ഒളിച്ചിരിക്കേ. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനി മോഡൊക്കെ വേണമെങ്കിലേ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മതി. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് 100 വരെ എണ്ണാം. നമുക്ക് ഇവിടെ നിന്ന് എണ്ണാം. 1, 2, 3, 4, 5. A few moments later. 98, 99, 100. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ 100 വരെ എണ്ണേക്കാം. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും കണ്ടുപിടിക്കാം, എന്നിട്ട് അവരെങ്ങ് തീർത്തളയാം. ഓ, തീർത്തളയണ്ട, ഇത് ഹൈഡ് ആൻഡ് കില്ലല്ല, ഹൈഡ് ആൻഡ് സ്റ്റിക്കാണ്. ഓ, ഞാനത് എപ്പോഴും മറന്നു പോവും. നമുക്ക് എല്ലാവരും കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആദ്യമേ എൻ്റെ വീട്ടിൽ കയറി നോക്കി നോക്കാം കേട്ടാ. ഈ വീട്ടിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും, ഉണ്ടാവാണ്ടിരിക്കില്ല. ഇവിടെ ഹാളിൽ ആരില്ല, ബെഡ്റൂമിലുണ്ടാ. ഒരു മിനിറ്റ്, അവിടെ ആരും നിൽക്കണ്ടല്ലോ. ആ, ഇത് നമ്മുടെ തോറല്ലേ. നമ്മളങ്ങനെ തോറിനെ കണ്ടുപിടിച്ചേക്കാൻ കേട്ടാ. തോറിനെയാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ആ, നമുക്ക് ബാക്കിയുള്ളവരും കണ്ടുപിടിക്കാം. നമുക്ക് മേലേക്ക് കയറാം. മേലെ ആരെങ്കിലും ഉണ്ടാ? ഏയ്, മേലെ ആരും ഒളിച്ചിരിക്കണില്ല. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി സ്ഥലത്ത് പോയി നോക്കി നോക്കാം. ഈ സിറ്റിയിൽ പിന്നെ ഒളിച്ചിരിക്കാനേ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് എല്ലായിടത്തും കയറി നോക്കി നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. പോലീസ് സ്റ്റേഷനിലും ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. ഏയ്, ഇതെന്തത്? ഈ സൈക്കിൾ എന്താ കയറാത്ത? കയറങ്ങോട്ട്. ഓ, ഇത് കയറില്ലേട്ടാ. ആ, നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ മതിൽ ചാടി കയറിയേക്ക. ഈ സൈക്കിൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് അകത്ത് കയറി നോക്കി നോക്കാം. ഇവിടെയും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉണ്ടാവാണ്ടിരിക്കില്ല. ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്, ബാക്കി പോലീസുകാരൊക്കെ എവിടെയാണാവോ? ആ, ഇത് നോക്കിയേ, ഇവിടെ നമ്മുടെ ഹൾക്ക് നിൽക്കുന്നുണ്ട് കേട്ടാ. ഹൾക്ക് പിന്നെ നല്ല സ്ഥലത്താണ് നിൽക്കണേ, അതും സെല്ലിൻ്റെ അകത്ത്. ആ, നമ്മളിപ്പോൾ ഏതായാലും ഹൾക്കിനെ കണ്ടുപിടിച്ചു. നമുക്ക് ഇതിൻ്റെ മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഏയ്, മേലത്തെ ഫ്ലോറിൽ ആരുമില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ ഹൾക്ക് മാത്രമുള്ളൂ. നമ്മളങ്ങനെ 2 പേരെ കണ്ടുപിടിച്ചു. ഇനി 4 ആൾക്കാരെ ബാക്കിയുള്ളേ, നമുക്ക് അവരും കൂടി കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ പോവാ? ആ, ഇവിടെ സൈഡിൽ ഒരു എയർപോർട്ട് ഉണ്ട്, നമുക്ക് എയർപോർട്ടിൽ കയറി നോക്കി നോക്കാം. എയർപോർട്ട് പിന്നെ വലിയൊരു സ്ഥലമാണ്, ഇവിടെയും ഒളിച്ചിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് പക്ഷേ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, പുറത്ത് മാത്രമേ ഒളിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? എനിക്കിവിടെ ആരെയും കാണാനില്ല. എനിക്ക് തോന്നണതേ എയർപോർട്ടിൽ ആരും ഇല്ലാന്നാ. ഒരു മിനിറ്റ്, അവിടെ ആരും നിൽക്കണ്ടല്ലോ. ഈ പ്ലെയിനിൻ്റെ അടിയിൽ ആരും നിൽക്കുന്നുണ്ട്. ആ, ഇത് നമ്മുടെ ഗ്രാനി അല്ലേ. ഗ്രാനി പിന്നെ നല്ല സ്ഥലത്ത് നിൽക്കണേ. നമ്മളങ്ങനെ ഗ്രാനിനെ കണ്ടുപിടിച്ചു. നമ്മളിപ്പോൾ 3 പേരെ കണ്ടുപിടിച്ചു. ഇനി 3 പേര് മാത്രമേ ബാക്കിയുള്ളൂ. പോരട്ടെ പോരട്ടെ, എല്ലാവരും പോരട്ടെ. ഇവിടെ പിന്നെ ഒരു റാമ്പ് ഉണ്ട്, ഇതിൻ്റെ ഇടയിലുണ്ടാ? ഏയ്, ഇതിൻ്റെ ഇടയിൽ ആരും ഒളിച്ചിരിക്കണില്ല. അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കാറുണ്ട്, ഇപ്രാവശ്യം അവിടെ ആരും നിൽക്കണില്ല. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ പോവാ? ആ, അവിടെ മുമ്പിലേ ഒരു കാർ ഷോറൂം ഉണ്ട്, നമുക്ക് അവിടെയും കയറി നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിൽ വന്നേക്കാം.
നമുക്ക് ഇവിടെ നോക്കി നോക്കാം. അത് ശരി, ഇതുണ്ടില്ലേ, ഈ ഷോറൂമിൽ ഒരു വണ്ടി പോലും ഇല്ല. ഈ ഷോറൂം മൊത്തം കാലിയാ. ഇവിടെ ഇപ്പോൾ അടിയിലത്തെ ഫ്ലോറിൽ ഒരാളും നിൽക്കണില്ല. എന്നാൽ പിന്നെ നമുക്ക് മേലെ കയറി നോക്കി നോക്കാം. എനിക്ക് തോന്നണതേ മേലെ ആരെങ്കിലും നിൽക്കണ്ടാവുന്ന. നമുക്ക് കയറി നോക്കി നോക്കാം. ഒരു മിനിറ്റ്, അവിടെ ആരും നിൽക്കണ്ടല്ലോ. ഇത് നമ്മുടെ സ്കെയറി ടീച്ചർ അല്ലേ? നമ്മളങ്ങനെ സ്കെയറി ടീച്ചറിനെയും കണ്ടുപിടിച്ചോട്ടാ. ഇനി ആരൊക്കെ ബാക്കിയുള്ളേ? ഇനി ഗോക്കും പിന്നെ അയൺമാനും, ഈ 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ പിന്നെ ഒരാളെന്നെ കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിക്കുന്ന ആള് ഔട്ടാവും, ലാസ്റ്റത്തെ ആള് ജയിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം കളിക്കാറ്. ഇനി ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്. ഇത് പിന്നെ ഒരു വലിയ സ്ഥലാ. ഒളിച്ചിരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെയും ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. നമുക്ക് എല്ലാ മുക്കിലും കയറി നോക്കി നോക്കാം. ഈ സൈഡിലുണ്ടാ? ഈ സൈഡിൽ ആരും ഒളിച്ചിരിക്കണില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കി നോക്കാം. ഇവിടെ ആരും നിൽക്കണ്ടല്ലോ. ഇതാ മറ്റേ ഗോക്കു അല്ലേ? അത് ഗോക്കു ആണ് കേട്ടാ. നമ്മളങ്ങനെ ഗോക്കുവിനും കണ്ടുപിടിച്ചു. ഇവനെ ആദ്യം കണ്ടുപിടിച്ചേ. ഇനിയിപ്പോ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് പിന്നെ നമ്മുടെ അയൺമാനാണ്. അതിന്റെ അർത്ഥം അയൺമാനാണ് ഇന്നത്തെ കളിയിൽ ജയിച്ചേ. Meanwhile, ഓക്കെ, നമ്മുടെ ഇന്നത്തെ കളി അങ്ങനെ കഴിഞ്ഞേക്കാണ് കേട്ടാ. വേറെ ആരുമില്ല, നമ്മുടെ അയൺമാനാണ് ഈ കളിയിൽ ജയിച്ചേ. അയൺമാനെ കൺഗ്രാജുലേഷൻസ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ജയിക്കുന്നവർക്ക് സമ്മാനമൊക്കെ ഉണ്ട്. അത് പിന്നെ ഈ കാണുന്ന സൂപ്പർ കാറാണ്. ഇത് പിന്നെ ഏതാ കാറെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് നിസാൻ GTR. നൈസ് കാറാ. എടാ അയൺമാനെ, ഇനി മുതൽ ഈ കാറേ നിന്റെ സ്വന്താ. ശരിക്കും ഈ കാറ് എനിക്കാണോ? എടാ ഫ്രാങ്ക്ലിനെ, താങ്ക്സ്ടാ. ഈ കാറൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ആടാ അയൺമാനെ, അത് കുഴപ്പമില്ല. ഇനിയിപ്പോ അടുത്ത കളിയിൽ ആരെ ജയിക്കാന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. പിന്നെ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും അതും കൂടി ഫോളോ ചെയ്യുക. അതിൽ ഞാൻ മോഡിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.